പ്രവീൺ നാരായണൻ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ പ്രധാന വേഷങ്ങളെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇല്ലെങ്കിൽ JSK എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ സിനിമയിലെ കോൺട്രവേഴ്സീസിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സോ അതിലോട്ട് ഞാൻ പോകുന്നില്ല. സിനിമയിലകത്തേക്ക് പോവുകയാണെങ്കിൽ തുടങ്ങുന്നത് നമ്മുടെ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ഡേവിഡ് എബേൽ ഡോണവൻ എന്ന കഥാപാത്രത്തെ കാണിച്ചാണ് തുടങ്ങുന്നത്. അദ്ദേഹം ഒരു ലോയറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റേഷനിലേക്ക് വരികയും അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ഇപ്പോൾ എന്താ പറയുക ഒരു അടി നടക്കുകയും ചെയ്യുന്നു. ആൻഡ് ആ ഒരു വഴക്കിൽപ്പെട്ട് അവിടെ പരാതി കൊടുക്കാൻ വന്ന ഒരു വൃദ്ധൻ എന്താ പറയുക അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇതറിയാതെ ആ സ്റ്റേഷനിലേക്ക് തൻ്റെ അച്ഛനെ അന്വേഷിച്ച് വരുന്ന മകൾ കേൾക്കുന്നു തൻ്റെ അച്ഛൻ മരിച്ചു പോയതൊരു വാർത്തയാണ്. തുടർന്ന് ആ കുട്ടി ബോധം കെട്ട് വീഴുന്നു. ആ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടി ക്രൂരമായ സെക്ഷൽ അസോൾട്ട് നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഈ കുട്ടി ആരാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും അവരെ കണ്ടുപിടിച്ച് ഈ കുട്ടിക്ക് നീതി കിട്ടിയോ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇതുപോലുള്ള ഒരുപാട് ക്ലീഷേ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ. ഏകദേശം 2.5 മണിക്കൂർ ലെങ്തുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ നല്ലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കഥ സിനിമ ഇട്ട് തരുന്നുണ്ടെങ്കിലും, ഒരു ത്രെഡ് സിനിമ ഇട്ട് തരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ നേരത്തെ ആ ത്രെഡ് നമുക്ക് മിസ്സാവാൻ പോലൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, അതുപോലെ തന്നെ മാധവ് സുരേഷ്, അസ്കർ അലി, ദിവ്യ പിള്ള പോലുള്ള വളരെ നല്ലൊരു കാസ്റ്റ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും അവർ കൊടുത്ത റോൾ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒരാൾ ഒഴിച്ച്. വേറെ എല്ലാവരും അവരുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പടത്തിൻ്റെ കോർട്ട് റൂം സീൻസൊക്കെ നല്ല എന്താ പറയുക ടൈറ്റായിട്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് ആ ടെൻഷൻ എന്താ പറയുക ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ആ കോർട്ട് സീൻസൊക്കെ വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സുരേഷ് ഗോപി ചില ഇടങ്ങളിലൊക്കെ അദ്ദേഹം റിയൽ ലൈഫിലുള്ള സുരേഷ് ഗോപി ആകുമ്പോൾ തോന്നുന്നുണ്ട് എനിക്ക്. മേ ബി കോയിൻസിഡൻസ് ആയിരിക്കാം. പക്ഷേ ആ തരത്തിലുള്ള എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സിനിമയ്ക്ക് വന്നു പോകുന്നുണ്ട്. ചിലയിടത്തൊക്കെ സിനിമ നല്ലൊരു ഹൈ തരുന്നുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ വളരെ ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അനുപമ പരമേശ്വരൻ ഗ്രേറ്റ് ജോബ് എന്ന് പറയേണ്ടി വരും. മലയാളത്തിൽ അധികം ഉപയോഗിക്കാത്ത ഒരു നടിയാണ് അനുപമ പരമേശ്വരൻ. ഇതുവരെയും വളരെ എന്താ പറയുക നല്ലൊരു കാലിബറുള്ള ഒരു ആക്ട്രസ്സാണ്. തീർച്ചയായിട്ടും ഇനി നല്ല കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വളരെ എന്താ പറയുക ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ നേരത്ത് ആ കഥാപാത്രം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ആ സിനിമ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്താ പറയുക മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. സോ അത് എന്താ പറയുക ഭയങ്കര കഴഞ്ഞ് മെഴുവി ഇല്ലാതാക്കാതെ അതിനെ വേറൊരു സ്റ്റാൻഡേർഡിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ അനുപമ പരമേശ്വരന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയുക വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കഥാപാത്രം, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ അഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ പക്കയായിട്ടുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർട്ട് റൂമിൻ്റെ അകത്ത് വരുന്ന സീൻസൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അസ്കർ അലി ആക്ച്വലി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ചിലയിടങ്ങളിലൊക്കെ ആസിഫ് അലിയെ റിമെമ്പർ ചെയ്യുമ്പോഴത്തെ ചില പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ എല്ലാവരും അവർക്ക് കൊടുത്ത റോൾസ് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമ തുടങ്ങാൻ നേരത്തുണ്ടാകുന്ന ആ ഒരു ഗ്രിപ്പ് പോകെ നഷ്ടപ്പെടും പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ വരാൻ നേരത്ത് ഇത് തീരണിലെ പടം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു തരം മടുപ്പ് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ സിനിമയിലെ ചില സീൻസൊക്കെ ആവശ്യമില്ലാത്ത സീൻസായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിന് മുമ്പായിട്ടൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അത് ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല. അതുപോലെ തന്നെ ആ ഫൈറ്റ് സീൻസിൽ സുരേഷ് ഗോപിയുടെ ലുക്ക് വളരെ മോശമായിരുന്നു. പുള്ളിയുടെ താടിയോ വിഗോ എന്തോ ഒന്ന് മിസ്മാച്ച് ആകും പോലെ ഫീൽ ചെയ്തു. സോ ആ ഒരു ഫൈറ്റ് സീന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ തന്നെ കുറച്ച് സമയം ഒന്ന് പിടിക്കാൻ പറ്റും. കാരണം ആ ഫൈറ്റ് സീൻ കൊണ്ട് വലിയ ഒരു കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല. ആൻഡ് ലാസ്റ്റ് വരുന്ന ഒരു എന്താ പറയുക നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പെർഫോമൻസൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല ചിലർക്ക് എനിക്ക് പേഴ്സണലി കുറച്ച് ഡ്രാഗി ആയിട്ട് ഫീൽ ചെയ്തു. ചില ഇടങ്ങളിലൊക്കെ ഹൈ മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും മിക്ക ഇടങ്ങളിലും കുറച്ച് ഡ്രാഗി ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ച് ഓവർ ഡ്രമാറ്റിക്കിലോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ കഥ ഡീൽ ചെയ്യുന്ന കാര്യം ഓവർ ഡ്രമാറ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് അഫ്കോഴ്സ് എടുത്തു പറയേണ്ടത് മാധവ് സുരേഷ് എന്ന സുരേഷിൻ്റെ മകൻ ഒരു റോള് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പുതിയ സിനിമയാണ്. പുള്ളി അഭിനയത്തിനെക്കുറിച്ചും
ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. മേ ബി എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം, എനിക്കറിയില്ല. പുള്ളി ഡയലോഗ് ഡെലിവറി ആവട്ടെ, പുള്ളി എന്താ പറയുക, പുള്ളി നിൽക്കുന്ന രീതിയാവട്ടെ, നമുക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. പുള്ളിയുടെ അഭിനയം കാണാൻ നേരത്ത് തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു സീരിയസ് സീൻസൊക്കെ തന്നെ പുള്ളി ചെയ്യുന്നത് നമുക്കൊരു ഓക്വേർഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മേ ബി എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. സോ എനിക്ക് പേഴ്സണലി ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.